ദുരന്തർ സിനിമയ്ക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി മാറിയിരിക്കുകയാണ് ഷാറുഖ് ഖാൻ. രജനികാന്ത്, അല്ലു അർജുൻ തുടങ്ങിയ വൻനിര താരങ്ങളെ കടത്തിവെട്ടിയാണ് രൺബീർ സിംഗ് ഈ നിരയിൽ മുന്നിലെത്തിയിരിക്കുന്നത്. 325 കോടിയാണ് ദുരന്തർ സിനിമയ്ക്ക് വേണ്ടി രൺബീർ സിംഗ് കൈപ്പറ്റിയ പ്രതിഫലം. ആദ്യത്തേതാറിന്റെ സംവിധാനത്തിൽ രണ്ട് ഭാഗങ്ങളായി പുറത്തു വന്ന ചിത്രത്തിന്റെ ആഗോളതല വരുമാനം എന്ന് പറയുന്നത് 3200 കോടി രൂപയാണ്. ഇന്ത്യയിൽ നിന്നും മാത്രം 1900 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടി. ഇതോടെ രൺബീർ സിംഗിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടനായി മാറുകയും ചെയ്തു. ചിത്രത്തിന്റെ ലാഭവിഹിതമായിട്ടാണ് രൺബീർ സിംഗ് ഈ തുക കണക്കാക്കിയിരിക്കുന്നത്. സിനിമയുടെ നിർമ്മാണ വേളയിൽ ബജറ്റ് വർദ്ധിച്ചപ്പോൾ താരം സ്വന്തം പണം കൂടി ചെലുത്തത്തിനായി മുടക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ലാഭവിഹിതം വർദ്ധിക്കാൻ കാരണമായി. തിയേറ്റർ ബോണസ്, ഡിജിറ്റൽ സാറ്റലൈറ്റ്, മ്യൂസിക് അവകാശങ്ങൾ എന്നിവയുള്ള നിന്നുള്ള വരുമാനം ഉൾപ്പെടെയാണ് രൺബീർ സിംഗിന്റെ വിഹിതം 325 കോടി രൂപയിൽ എത്തിയത്. 2024 പുറത്തിറങ്ങിയ ജയിലർ എന്ന ചിത്രത്തിലൂടെ 250 കോടിയിലധികം രൂപ പ്രതിഫലമായി പറ്റിയാണ് രജനീകാന്തിന്റെ പേരിലായിരുന്നു മുമ്പത്തെ റെക്കോർഡ്. അല്ലു അർജുൻ, പ്രഭാസ് എന്നിവർ തങ്ങളുടെ സമീപകാല ചിത്രങ്ങളിൽ 200 കോടിയിലധികം രൂപ പ്രതിഫലം നേടിയിട്ടുണ്ട്. ബോഡിബുള്ളി ഷാറുഖ് ഖാനായിരുന്നു മുമ്പ് ഈ പട്ടികയിൽ മുമ്പിലുണ്ടായിരുന്നത്. കുറച്ചു കാലമായി സൗത്ത് ഇന്ത്യൻ താരങ്ങൾ കയറി നിന്ന സിംഹാസനത്തേക്ക് വീണ്ടും ബോളിവുഡ് താരം എത്തിയിരിക്കുകയാണ്.